ബജറ്റിലെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച ഇന്നും നിയമസഭയിൽ തുടരും. ചരക്ക് സേവന നികുതി, ഭൂനികുതി, ട്രഷറി, പെൻഷൻ, പ്രകൃതിക്ഷോഭം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ വരും. പ്രതിപക്ഷം സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി മുതലപ്പൊഴി വിഷയം ഇന്ന് സഭയിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം സഭാ നടപടികൾ ഇന്ന് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടപടികൾ, നിലപാടുകൾ, നീക്കങ്ങൾ എന്നൊക്കെ. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മാനസ, ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയാണ് നിയമസഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് രണ്ട് പക്ഷത്തിന്റെ നിലപാടുകൾ പതിവ് പോലെ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കങ്ങൾ കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു മുതലപ്പൊഴി അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ചുകൊണ്ടാകാം അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. മറുവശത്ത് ഭരണപക്ഷത്തിന്റെ നീക്കം എങ്ങനെയാണ്? ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭയിൽ വരാൻ സാധ്യത എന്താണ്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ട്രഷറി, പെൻഷൻ, ഭൂനികുതി, അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ചർച്ചയിൽ വരിക. അതോടൊപ്പം തന്നെ ഈ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, ശനിയും ഞായറും ആണ് ഇന്ന് സഭ വീണ്ടും ആരംഭിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ വെള്ളിയാഴ്ച വരെയുള്ള സഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അടിയന്തര പ്രമേയം ഉന്നയിക്കുകയും തുടർന്നുള്ള ചർച്ചയ്ക്ക് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയം മുതലപ്പൊഴിയാണ്. മുതലപ്പൊഴിയിലെ നിരന്തരമായുള്ള അപകടം തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും ഇത്തരത്തിലൊരു പ്രതിപക്ഷ ബഹളം സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനിടയിലാണ് ഈ കേരളത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിക്കും. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഭരണഘടന ഈ ഒരു ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു കേന്ദ്ര സർക്കാർ സമീപനം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത് വീണ്ടും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കേരളം എന്നുള്ള വാക്ക് തന്നെ വരാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു സഭ നടക്കുന്നതിനിടയിലായിരുന്നു മുതലപ്പൊഴിയിൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഏതായാലും അന്ന് അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കപ്പെട്ടില്ല. പക്ഷേ ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതിനെ തുടർന്നാണ് അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം ഇന്ന് മുതലപ്പൊഴി ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് TP വിഷയമായിരുന്നു ഉന്നയിക്കാൻ സാധ്യത എന്ന് തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത്. അതിൽ നിന്നും പെട്ടെന്ന് മുതലപ്പൊഴിയിലേക്ക് വിഷയം പോവുകയായിരുന്നു. ശേഷം നാളെ മറ്റന്നാളുമുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ TP വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ചർച്ച തുടരും, ധനാഭ്യർത്ഥന ചർച്ച തന്നെ തുടരും. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയം ഉണ്ടാകും. 9 മണിക്ക് തന്നെ സഭാ നടപടികളൊക്കെ ആരംഭിക്കും. ചോദ്യോത്തരവേളയുണ്ടാകും. അതിനുശേഷം അടിയന്തര പ്രമേയം കൊണ്ടുവരും.